നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊച്ചിന്റെ ഒരു പല്ല് കേടായി തുടങ്ങി. ചോക്ലേറ്റ് അധികമായി കഴിക്കണോണ്ട ഇങ്ങനെയൊക്കെ സംഭവിക്കണത്. മോക്ക് ആരാണ് ചോക്ലേറ്റ് വാങ്ങിത്തരുന്നത്? അപ്പൊ അച്ഛനാണ് ചോക്ലേറ്റ് കൊടുക്കണത്, അമ്മയല്ല അല്ലേ? ഡോക്ടർ, അത് പിന്നെ ഭർത്താവായ നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. കുട്ടി വാശി കാണിക്കുമ്പോ തിരക്കുള്ള അച്ഛൻ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് എളുപ്പ വഴിയിൽ പരിഹാരം കാണും. പക്ഷേ ഭാര്യയായ നിങ്ങൾ കുട്ടിയെ ചോക്ലേറ്റ് കഴിക്കാൻ അനുവദിക്കരുത്. ഡോക്ടർ, അത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുട്ടിയുടെ പല്ലുവേദന കാരണം കുഴപ്പത്തിലാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തൽക്കാലം പല്ലെടുക്കണ്ട, കേടായ ഭാഗം അടച്ചാ മതി. എന്താ പോരെ? ഞാനൊരു ഗം പൗഡർ തരാം. പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചതിന് ശേഷം ആ പൗഡർ ഉപയോഗിച്ച് പല്ല് നന്നായിട്ട് വൃത്തിയാക്കണം. ഡോക്ടർ, ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവായ നിങ്ങളല്ല, ഭാര്യയാണ്. ഡോക്ടർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ പറയുന്നത് കേട്ടിരുന്നാൽ എന്റെ കോൺസെൻട്രേഷൻ പോവും. നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒന്ന് പുറത്തേക്ക് ഇരിക്കണം പ്ലീസ്. മോളെ വാതുറന്ന്, വാതുറ മോളെ. കുറച്ചുകൂടെ. അങ്ങനെയല്ല. വന്ദന, ഡോക്ടർ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്ന് കേൾക്കാൻ പോലും ക്ഷമയില്ലാത്തൊരു ഡോക്ടർ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്ദനെ കൊണ്ടുവന്നതിൽ ക്ഷമിക്കണം. ഡോക്ടറുടെ ഒരു തെറ്റിദ്ധാരണയല്ലേ, ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മാധവ, വന്ദനയെ കാണാൻ ആൾക്കാർ വരുന്നതുകൊണ്ട് താനിന്ന് വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് അവര് വന്നിട്ട് പോയോ? എന്താ മാധവ? അവര് വന്നില്ലടോ. ജാതകദോഷമുള്ള പെണ്ണാണെന്ന് നാടൊട്ടുക്ക് കുപ്രസിദ്ധിയല്ലേ. ആരോ മുൻകൂട്ടി ന്യൂസ് കൊടുത്തതാ. നല്ല മനുഷ്യരെ ദൈവം വല്ലാതെ പരീക്ഷിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാ. ഇതുകൊണ്ടൊന്നും മനസ്സ് മടുത്തു പോകരുതടോ. ഹേയ്, അതൊന്നുമില്ല. ദൈവത്തിന്റെ പരീക്ഷണം ദൈവം തുടർന്നോട്ടെ. മകളെ അയക്കാനുള്ള പരിശ്രമം അച്ഛനായ ഞാനും തുടരും. എന്റെ മോളുടെ കല്യാണവും നടക്കും. അവൾക്ക് വിധിച്ച പയ്യൻ വരാൻ സമയമായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.